Hi friends, welcome to Lakshmi's Cooking Stories. ഇതെൻ്റെ പെറ്റാണ് ബെല്ല. ഉള്ള ഷൂട്ടിംഗ് ടൈമിൽ വന്നിരിക്കുകയാണ്. ഒരാളൂടെ ഉണ്ട്, ഓറിയോ എന്നാണ് പേര്. ഭയങ്കര അക്രമിയായതുകൊണ്ട് ഈ പരിസരത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ബീഫ് പെപ്പർ ഫ്രൈ ആണ്. അത് പെപ്പർ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ അതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ 1 കിലോ ബഫലോ മീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. പെപ്പർ ഫ്രൈ ആയതുകൊണ്ട് അത് 1 കിലോ. നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ ലെമൺ ജ്യൂസ്, നാരങ്ങാ നീര്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരുമിച്ചെടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൗഡർ, മഞ്ഞൾ ടർമറിക്, 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലിടുന്നുണ്ട്. ഇത്രയും ചേർക്കുക. നല്ലോണം അതിനൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ്ചറിൽ ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് വെള്ളം മതി. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിലടച്ച് നമുക്കൊരു 6 മുതൽ 7 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഈ മീറ്റിനാവുമ്പം പല മീറ്റിനും പല തരം വേവാണ്. കുക്കറിനെ ആശ്രയിച്ചും ഇരിക്കും. പല കമ്പനിയുടെ കുക്കറിന് ഓരോ പ്രഷർ പോയിൻ്റൊക്കെയാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്കറിയാമായിരിക്കുമല്ലോ എത്ര വേവ് വേണമെന്ന്. അപ്പം ഞാനിതിൽ ഒരു 6 മുതൽ 7 വരെ വിസിലിൽ ഒരു 20 മിനിറ്റ് വേവിക്കാൻ പോവുകയാണ്. മീറ്റ് ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിതിപ്പോൾ ഒരു 7 വിസിലും 20 മിനിറ്റാണ് കുക്കിംഗ് ടൈമിൽ ഈ മീറ്റ് എനിക്ക് വെന്ത് കിട്ടിയത്. ഓരോ മീറ്റിൻ്റെ വേവ് ഓരോ തരത്തിലായിരിക്കും. അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് ബീഫ് പെപ്പർ ഫ്രൈ ഉണ്ടാക്കി തുടങ്ങാം. ഞാനൊരു വലിയ ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻസിന് ഇങ്ങനെയുള്ള കടായി ആയിരിക്കും നല്ലത്. ഞാനിതിലേക്ക് ഒരു 5 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ, അതായത് പെപ്പർ ഫ്രൈ ആണ്, അപ്പോൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം. ഞാൻ 1/4 കപ്പായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്, കാരണം അത്രയും വേണം വെളിച്ചെണ്ണ, അതുകൊണ്ടാണ്. എന്നിട്ട് എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ധാരാളം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 20 മുതൽ 25 വരെ ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് നുറുക്കിയത് ഇടാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കും. ഇതെല്ലാം ഒരുമിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ മീറ്റ് വേവിച്ചപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കണം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഒരു 2 മുതൽ 3 വരെ പച്ചമുളക്, ഒരുപാട് എരി വേണം എന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്യാം. കാരണം നമ്മൾ ഈ മീറ്റ് വേവിച്ചപ്പോൾ അതിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ഈ ഗ്രേവിയിലോട്ട് കുറച്ച് ചില്ലി പൗഡറും ക്രഷ്ഡ് ചില്ലിയും ഒക്കെ ആഡ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരു 2 മുതൽ 3 വരെ. ഗ്രീൻ ചില്ലി എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ റെഡും ഒക്കെ കാണുന്നുണ്ട്. ഒരു ഭംഗിക്ക് ഞാൻ ഒരു റെഡ് ചില്ലി കൂടെ ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എരിവനുസരിച്ചാണ്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചില്ലി
പൗഡറും ചില്ലി, ക്രഷ് ചില്ലിയൊക്കെ കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മളിതിൽ പെപ്പർ ആഡ് ചെയ്യും. പെപ്പറാണ് മെയിൻ. അപ്പോൾ അതനുസരിച്ച് വേണം എരിവിടാനായിട്ട്. നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ വളരെ ലോയിലോട്ട് തീ വയ്ക്കുക. കാരണം മസാല ഇടുമ്പോൾ എപ്പോഴും തീ വളരെ ലോയിൽ വയ്ക്കണം. മസാല ഒന്നും ബേണായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പെപ്പർ പൗഡർ 2 ടേബിൾ സ്പൂൺ. ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ലോ ഫയറിലാണേ. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ഒരു 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത്രയിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ സോട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കുഞ്ഞുള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീറ്റ് ആഡ് ചെയ്യാം. നമ്മുടെ 1 കിലോ മീറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ പ്രിപ്പറേഷനാണ്. ഡ്രൈ ആക്കി എടുക്കണം. ഇതൊന്ന് ഇതിൽ കിടന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഡ്രൈ ആയി വരട്ടെ. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ. നമ്മളെ ബീഫ് പെപ്പർ ഫ്രൈ ഏതാണ്ട് റെഡിയായി. 15 മിനിറ്റ് ലോ ഫയറിൽ കിടന്ന് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയുടെ ഒരു ഭംഗിക്ക് ഇട്ട് കൊടുക്കുക. ഭംഗിയല്ല, അതിന് ടേസ്റ്റ് കൊടുക്കും. ഇത് കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ. ഇട്ട് എല്ലാം മിക്സ് ചെയ്തു. നമ്മുടെ ബീഫ് പെപ്പർ ഫ്രൈ റെഡിയായി. അപ്പോൾ ബീഫ് പെപ്പർ ഫ്രൈയുടെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ. ഇതിൻ്റെ കുക്കിംഗ് ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം മീറ്റ് വാങ്ങിക്കുമ്പം പലതും പല വേവായിരിക്കും. അപ്പോൾ ഇപ്പോൾ എനിക്കിന്നിപ്പോൾ 20-25 മിനിറ്റിലാണ് കുക്ക് ചെയ്ത് കിട്ടിയതെങ്കിൽ ചില സമയം മേടിക്കുന്ന മീറ്റ് 30-35 മിനിറ്റൊക്കെ പോവും. അപ്പോൾ മാത്രമല്ല പ്രഷർ കുക്കറും പല കമ്പനിയുടെ അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് കുക്കിംഗ് ടൈം വേരി ചെയ്യും. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. കുക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ബറോട്ടയുടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും വേറെ കുക്കിംഗ് വീഡിയോസുമായി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.